അപ്പോൾ കമോൺ ഗൈസ്, ഇന്ന് നമുക്കൊരു മിനി സ്റ്റേഷനറി പെട്ടി പൊട്ടിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാണെന്ന്. എന്നല്ല, ഇത് ഞാൻ അങ്ങ് ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. വേറൊന്നുമല്ല, എൻ്റെ ഉമ്മച്ചി, അതായത് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ. അപ്പോൾ പുള്ളിക്കാരത്തി വന്നപ്പോൾ കൊടുത്തതാണ് ഈ സാധനങ്ങൾ. ഞാൻ ഓർഡർ കൊടുത്തിട്ടാട്ടോ. സാധാരണ എല്ലാവരും ഗൾഫിൽ നിന്ന് വരുമ്പോഴാണ് ഓർഡർ കൊടുക്കൽ. പക്ഷേ ഞാൻ അങ്ങ് പോകുമ്പോൾ തന്നെ ഓർഡർ കൊടുത്തതാണ്. കാരണം ഇത് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വെച്ചിട്ട് സാധനങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. ഞാൻ പറഞ്ഞ ചില സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല, അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഒരാളും കൂടി വരാനുണ്ട്, അപ്പോൾ ഓർഡർ കൊടുക്കാം. സ്വന്തം കയ്യിൽ പൈസ ഉണ്ടെങ്കിലും മറ്റൊരാളുടെ കയ്യിൽ നിന്നുള്ള പൈസ ഒക്കെ വാങ്ങുമ്പോൾ ഉള്ളൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതാ ഇപ്പം കാണിക്കുന്ന ഈ കൊട്ടയുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ 2-3 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഉമ്മച്ചി ഗൾഫിൽ പോയി വന്നപ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇത്. ഇതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ഉമ്മച്ചി പെന്നും പെൻസിലും ഒക്കെ കൊടുന്നിട്ട്, എന്നാലോ ഞങ്ങൾ വേണ്ടാന്നൊരു വാക്ക് പറയൂല. ഇപ്പം കാണിക്കുന്നത് ഗ്ലൂഗണിൻ്റെ സ്റ്റിക്കാട്ടോ. ഇതിന് മുന്നുള്ളതൊന്നും പറയാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അത് നോക്കുക. ഈ സംഭവങ്ങളൊന്നുമല്ല ഈ പെട്ടിയിലത്തെ ഹൈലൈറ്റ്. ഇതിലെ മെയിൻ ഹൈലൈറ്റ് ഇതാണ് സംഭവം. എയർ ഡ്രൈ ക്ലേ. ഇതാണ് ഞാൻ മെയിനായിട്ട് ഓർഡർ കൊടുത്തത്. ഇതന്നെ ഉണ്ട് 1 കിലോ. ഞാൻ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ചെറിയ പോട്ട് ഉണ്ടാക്കിയാണ്ട് ഫ്ലോപ്പായിട്ടുള്ളത് വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട്. ഓർമ്മ ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ വാശി തീർക്കാനാണ് ശരിക്കും ഞാൻ ഈ ക്ലേ വാങ്ങിയത്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനത്തെ ഒരു പോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരിക്കും. പിന്നെ അതാ ഈ കാണിക്കുന്നത് ഐസ് ട്രേ ആണ്. അതും വെറും ഐസ് ട്രേ അല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതൊരു ഷേപ്പിൽ വരുന്നതാണ്. ആ പർപ്പിൾ കളറുള്ളത് ഫ്രൂട്ട്സിൻ്റെ ഷേപ്സ് ഉള്ളതും ഈ ബ്ലൂ കളറുള്ളത് പ്ലാനറ്റ്സിൻ്റെ തീമിലുള്ളതുമാണ്. പിന്നെ അതാ ഈ കാണിക്കുന്ന സംഭവം പലവർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. വേറൊന്നുമല്ല, എൻ്റെ ഉമ്മച്ചിക്ക് ഈ പൊട്ടുന്ന ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പൊട്ടുന്ന കുപ്പി അങ്ങനത്തെ ഒക്കെ അല്ലേ. അപ്പോൾ പുള്ളിക്കാരത്തി അവിടെ നിന്ന് വന്നപ്പോൾ കുറേ പൊട്ടുന്ന കുപ്പി ഇങ്ങോട്ട് കൊടുന്നു. എൻ്റെ ഉമ്മാക്കും ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മാക്കും വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ അവരുടെ ഭാഗ്യം കൊണ്ട് അതൊക്കെ പൊട്ടി. അപ്പം അതിൻ്റെ മൂടി എനിക്കും കിട്ടി. ഇത് കണ്ടപ്പോൾ നല്ല രസം തോന്നി, കാരണം അതിലെന്തെങ്കിലും വരയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഞാനിത് പൊക്കി. ഓൽക്ക് നഷ്ടം, എനിക്ക് ലാഭം. ഇതോടുകൂടി ഉമ്മച്ചിക്ക് പൊട്ടുന്ന കുപ്പിയായിട്ടുള്ള ഇഷ്ടം നിന്നിട്ടുണ്ടാവും. എന്തായാലും ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പെട്ടിയിലുള്ളത്. സോ ഇനി നമുക്ക് ആ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണം. അതുവരേക്കും ബൈ.